الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنساب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون ആദരണീയരായ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അവൻ്റെ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്ന് സമൂഹത്തിൽ വളരെയേറെ വിപത്തുകൾ ഉണ്ടാക്കുന്ന, സമൂഹത്തെ ആകമാനം വ്യാപിച്ച് അതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലഹരി മരുന്നുകളും മദ്യവും എന്ന്. അത് ഉപയോഗിക്കുന്നത് മൂലം, അത് നാട്ടിൽ വ്യാപനമാകുന്നത് മൂലം ധാരാളം കുറ്റകൃത്യങ്ങളും നാശനഷ്ടങ്ങളും നാട്ടിലും കുടുംബത്തിലും അതുപോലെ സമൂഹത്തിലും ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ വരുന്നുണ്ട് എന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ലഹരി വസ്തുക്കളും അത് ഏതൊക്കെ രൂപത്തിലുണ്ടോ അതൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും ഭാഗ്യക്കുറികളും എല്ലാം തന്നെ അത് റിജ്സുൻ മിൻ അമലി ശൈത്താൻ, പൈശാചികമായ ദുഷ്പ്രവൃത്തികൾ മാത്രമാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടു നിൽക്കണം, അതെല്ലാം ഒഴിവാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. എല്ലാ തിന്മകളുടെയും ഒരു ഉറവിടമാണ് ലഹരി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ലഹരി ഉപയോഗിക്കുന്നത് മൂലം ഒരാളുടെ ബുദ്ധി അത് നശിച്ചു പോവുകയാണല്ല. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്രമവും അതിക്രമങ്ങളും നാട്ടിൽ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന മനുഷ്യനായി മാറും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുവരെ അത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, കുല്ലു മുസ്കിരിൻ ഖംർ, ലഹരി ബാധിക്കുന്ന എല്ലാം മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും അത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന് നമ്മുടെ യുവതലമുറയെ ആകമാനം കാർന്നു തിന്നുന്ന ഒരു വസ്തുവായി, അവരെ നശിപ്പിക്കുന്ന ഒരു വസ്തുവായി നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പല നാടുകളിലും ഈ ലഹരി മരുന്നുകൾ അത് മാറിയിരിക്കുന്നു. യുവാക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വ്യക്തികളെ മാത്രമല്ല, സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗം അത് ശാരീരികവും മാനസികവുമായ എല്ലാ ആരോഗ്യത്തെയും അത് നശിപ്പിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മുടെ കൺമുന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എത്രയോ കുടുംബങ്ങൾ ഈ ലഹരിയുടെ ഉപയോഗം ഒന്നുകിൽ ആ വീട്ടിലെ, ആ കുടുംബത്തിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗം
ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ണീര് കുടിക്കുന്നതായി നമുക്ക് പത്രങ്ങളിലും മാധ്യമങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അക്രമങ്ങളിലേക്ക് പോവുകയാണ്. കൊലപാതകം, മോഷണം, അക്രമങ്ങൾ തുടങ്ങി ഈ സമൂഹത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ അയാളെ കൊണ്ടുണ്ടാക്കാൻ സാധിക്കുമോ അതൊക്കെ അയാൾ അതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി ഈമാൻ, വിശ്വാസത്തിന്റെ കുറവാണ് ലഹരി ഉപയോഗത്തിലേക്കും ഇതുപോലുള്ള അക്രമവാസനകളിലേക്കും പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ മോശമായ കൂട്ടുകെട്ട്, മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവർ ജീവിച്ചു വരുന്ന, അവർ ഏതൊരു സാഹചര്യത്തിലാണോ ജീവിക്കുന്നത്, ഏതൊരു കൂട്ടുകെട്ടിലാണോ ജീവിക്കുന്നത്, അതിൽ തന്നെ അവരെ തളച്ചിടുകയും അല്ലെങ്കിൽ അതിൽ വിട്ടേക്കുകയും അവരെ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പല മാതാപിതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന അമാനത്താണ്. നമുക്ക് നൽകുന്ന ഓരോ ജീവനും അത് അമാനത്താണ്. അത് നഷ്ടപ്പെടാതിരിക്കുവാൻ, അത് മോശമായ വഴിയിലേക്ക് പോകാതിരിക്കുവാൻ, അത് തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ, അവരുടെ കൂട്ടുകാര്, അവരുടെ സാഹചര്യങ്ങൾ, അവർ ഉപയോഗിക്കുന്ന ഫോണുകൾ, അതെല്ലാം തന്നെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അവരെ സ്നേഹത്തോടു കൂടി അവരെ നമ്മൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കുവാനുള്ള എല്ലാ ശ്രദ്ധയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ഒരു മുൻകരുതൽ ഉണ്ടാവുകയും ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പുരുഷൻ, ഒരു വ്യക്തി അയാളുടെ കുടുംബത്തിലെ ആ വ്യക്തികളെ കുറിച്ച്, കുടുംബത്തിലുള്ള അംഗങ്ങളെ കുറിച്ച്, തന്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ലഹരികളെയും അതുപോലെ മദ്യം, മയക്കുമരുന്നുകൾ പോലുള്ള ഈ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, കുട്ടികളെയൊക്കെ മാറ്റി നിർത്തുവാനുള്ള എല്ലാ കർമ്മ പദ്ധതികളിലും നമ്മൾ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവെക്കണം. അത്തരം സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين صلى الله عليه وعلى آله وصحبه ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഈ ലഹരിക്ക് അടിമപ്പെട്ട, ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ അവർ മെല്ലെ മെല്ലെയാണ് ലഹരിയിലേക്ക് എത്തുന്നത്. ഒറ്റയടിക്കാണെങ്കിലും ഉടനെ ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതല്ല, അയാളുടെ സാഹചര്യം അതിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുകയും ആക്രമിക്കുകയും കുടുംബത്തിൽ ലഹളകളും ഉണ്ടാക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ ഇന്ന് പത്രമാധ്യമങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ അതൊക്കെ ഉണ്ടാക്കുന്നത്. ഇത്തരം സമൂഹത്തിൽ നമ്മുടെ ബാധ്യത വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം എന്ന നിലക്ക്, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ സമൂഹത്തോടുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം ലഹരിക്കെതിരെ പറഞ്ഞിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും അത് സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുകയും വേണം. ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അതിൽ വീണിട്ടുള്ള, അബദ്ധത്തിൽപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അവരെ കുറ്റപ്പെടുത്തി അവരെ മാറ്റി നിർത്തുകയല്ല,
വേണ്ടത്. മറിച്ച് അവരെ കൂടെ കൂട്ടിക്കൊണ്ട് സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അവരെ കൂടെ കൂട്ടുകയും അവർക്ക് വേണ്ട ശരിയായ ചികിത്സകൾ നൽകുകയും അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ആ ഒരു അതിൽ അടിമപ്പെട്ടു പോയ ആളുകളെ മാറ്റുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ഒരു സമൂഹം നല്ല രൂപത്തിലേക്ക് വളർന്നു വരുവാനും ഈ ലഹരിയിൽ നിന്ന് മുക്തമാകുവാനുമുള്ള പ്രേരണ അവർക്കുണ്ടാകുകയും അതിനുള്ള അനുഗ്രഹം അള്ളാഹു നൽകുകയും ചെയ്യും. അതാണ് ഒരു സമൂഹം എന്ന നിലക്ക്, ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്ക് ഇത്തരം ആളുകളോട് ചെയ്യുവാനുള്ളത്. അവരെ ഇത്തരം തെറ്റുകളിൽ നിന്ന്, ഏതൊരു തെറ്റാണെങ്കിലും ആ തെറ്റിൽ നിന്ന് തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുവാനും അതിൽ നിന്ന് ആളുകളെ തിരുത്തിക്കൊണ്ടുവരുവാനും ഒരു മുസ്ലിം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം സത്യവിശ്വാസികളിൽ ഉൾപ്പെടുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൽ അടിമപ്പെട്ടു പോയ ആളുകൾ അവരെ അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് അതിൽ നിന്നും മാറുവാനുള്ള എല്ലാവിധ സൗകര്യവും തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുവിന്റെ മഹത്തായ പകരുകൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫിയാക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم وجعل الجنة مأواهم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وأقم الصلاة.